എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ദാണ്ട് ഞായറാഴ്ച 30 ഞങ്ങൾക്ക് ഇവിടെ UAE ഈദുൽ ഫിത്തർ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 29-ാം തീയതി മിഡ് നൈറ്റിലാണ്. കാരണം വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ 2-2.5 വർഷമായി മെഹന്തി ഇട്ടിട്ട്. എൻ്റെ ഭയങ്കര ഒരിഷ്ടമാണ് മെഹന്തി ഇടാമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് കഴിഞ്ഞ ലാസ്റ്റ് 2 വർഷമായിട്ട് ഇടാത്തത് കാരണം ഞാൻ എന്തായാലും വിചാരിച്ചു എത്ര പാതിരാത്രി ആയാലും ഞാൻ ഇന്നിട്ടിട്ടേ കിടന്ന് ഉറങ്ങത്തോളം കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാവർക്കും ഈദ് മുബാറക്. ഏകദേശം ഇപ്പം രാവിലെ ആയി. ഞാൻ 12 മണിക്ക് ഇട്ടത് ഞാനിപ്പോൾ രാവിലെ വീണ്ടും അതായത് പെരുന്നാളാണ്. പെരുന്നാളിൻ്റെ രാവിലെ വെളുപ്പിൽ 5 മണിക്ക് എണീറ്റിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ച് കളയാണ്. അതായത് കുറേയൊക്കെ ബെഡിൽ ഇതുപോലെ പൊടിച്ച് കളയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ മെഹന്തി ഉണങ്ങിയതിന് ശേഷം പൊടിച്ച് കളയാൻ. നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണേ. ഞാൻ ഉറക്കത്തിൽ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ അതായത് ഉണങ്ങുന്നതിന് മുന്നേ ഞാൻ എവിടെ ആക്കില്ല, പക്ഷെ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ പൊടിച്ച് കളയാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇതെന്തിനാ ഇങ്ങനെ പൊടിച്ച് കളയുന്നതെന്ന് വെച്ചാൽ എൻ്റെ കൈയുടെ 10 ഭാഗത്ത് പെട്ടെന്ന് കളറ് വയ്ക്കും, പക്ഷെ ബാക്ക് സൈഡിൽ കളറ് വയ്ക്കത്തേ ഇല്ല. അപ്പം അതിനൊരു ടിപ്പ് ഞാൻ കുഞ്ഞുനാളിൽ മുതലേ ചെയ്യാറുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ മെഹന്തി നോർമലി ഒരു 1-1.5 മണിക്കൂർ കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാറ്റി കളയാവുന്നതാണ്. കാരണം പിന്നെ ആ സമയത്ത് ഒരു ഓറഞ്ച് കളറാണെന്നുണ്ടെങ്കിലും പിന്നെ അത് ഇരുന്ന് നന്നായിട്ടുള്ള നല്ല റെഡിഷ് കളറ് വരാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്കങ്ങനെ എൻ്റെ കൈയുടെ ബാക്ക് സൈഡിൽ അങ്ങനെ പറ്റില്ല. കഴുകി കളഞ്ഞ കളറ് പിന്നെ വരില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഇതുപോലെ പൊടിച്ച് കളഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കും. അതും വെള്ളം ഒഴിച്ച് കഴുകത്തില്ല. വെള്ളം ഒഴിച്ച് കഴുകുന്നതിന് മുന്നേ തന്നെ മെഹന്തി പൊടിച്ച് കളഞ്ഞതിന് ശേഷം എണ്ണ നന്നായിട്ട് കയ്യിലെല്ലാം ഒന്ന് പുരട്ടി കൊടുക്കും കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോയിലേക്ക് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ ബെല്ലൈക്കണും കൂടി നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയും കൂടി കാണാൻ പറ്റും കേട്ടോ. നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതുപോലെ ഞാൻ നന്നായിട്ട് മെഹന്തി ഇട്ട ഭാഗത്തെല്ലാം നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഈ നെയിൽസിൽ ഞാൻ 2-3 വട്ടം റീഅപ്ലൈ ചെയ്യും. അതായത് കോണ് ബാലൻസ് കാണുമല്ലോ, അത് ഞാനിങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ അന്നത്തെ ദിവസം ഫുള്ള് ഞാൻ ഇട്ടുകൊണ്ടേയിരിക്കും. എന്നാലേ കളറ് വരുത്തുള്ളൂ. പക്ഷേ കയ്യിൽ നല്ല അടിപൊളി കളറ് കിട്ടും. ഇതുപോലെ എണ്ണ തേച്ചതിന് ശേഷം ഈ ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിൽ മാത്രം ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇടവിട്ടൊന്ന് കൈ ഒന്ന് ഇതുപോലെ ഹീറ്റാക്കി എടുക്കണം കേട്ടോ. അതായത് വെച്ചോണ്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം ആ ചൂട് നിങ്ങൾക്ക് കിട്ടുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് കൈ ഒന്ന് മാറ്റി ഒന്ന് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. കുഞ്ഞു പിള്ളേർ ആരും ഇതുപോലെ ഒന്ന് ട്രൈ ഒന്നും ചെയ്യല്ല, മുതിർന്നവരുടെ സഹായത്തോടെ ചെയ്യാവൂ. അതുപോലെ ഈ ടിപ്പ് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അതുപോലെ ഈ ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കാനും മറക്കല്ല. എന്നെപ്പോലെ മെഹന്തി പ്രാന്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മെഹന്തി ഇടുന്നത് തന്നെ. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തതും. അതുപോലെ ഞാൻ യൂസ് ചെയ്യുന്ന ടിപ്പ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആർക്കെങ്കിലും ഉപകരിച്ചാലോ ഈ ടിപ്പ് അറിയാത്തവർ. അപ്പം കണ്ടില്ലേ എൻ്റെ കളറ് ഈ കൈയുടെ 10 ഭാഗത്ത് കണ്ടോ നല്ല ഡാർക്ക് കളറായി. അത് അങ്ങനെ വരത്തുള്ളൂ, കാരണം നല്ല പെട്ടെന്ന് ചുമക്കും. പക്ഷേ ബാക്ക് സൈഡ് കണ്ടോ കളറില്ലാത്തതായിരുന്നു. ഇപ്പം നല്ല അടിപൊളി കളറായി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരെയും സബ്സ്ക്രൈബ് ചെയ്യണേ.